നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും പേവിഷബാധ പ്രതിരോധ യജ്ഞത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. തൃശൂർ അരുമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും മോഷണം പോയി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറാന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷങ്ങളോടൊപ്പം കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തുക കൈമാറി. വാർത്തകൾ വിശദമായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും പേവിഷബാധ പ്രതിരോധ യജ്ഞത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളായ ഗുരുശ്രീ സ്കൂൾ പാലശ്ശേരി, ALPS പാലക്കൽ, ALPS പെരിശ്ശേരി, ALPS വള്ളിശ്ശേരി, സെന്റ് ജോസഫ് HSS ആനക്കൽ എന്നീ വിദ്യാലയങ്ങളിൽ പേവിഷബാധ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും എടുത്തു. ബോധവൽക്കരണ ക്ലാസ്സിന് അവണിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരായ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ്, തോമസ്, ലിനിത, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ ഉമാദേവി, അംബുജാഷി, ഗീതു ML, നഴ്സുമാരായ ജയശ്രീ, ആൻസി, ഷെറിൻ, ആശാപ്രവർത്തകരായ ഇന്ദുലേഖ, വത്സല, ഗിരിജ, ജെസ്സി, ബീന എന്നിവർ നേതൃത്വം നൽകി. മരണകാരണമായ ഒരു വൈറസ് രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. നേരത്തെ ബിനോയ് തോമസിനെ കാണാനില്ലെന്ന് പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ KB അബ്ദുൽ ഖാദർ സ്ഥിരീകരിച്ചിരുന്നു. ബിനോയ് തീപിടുത്തം നടന്ന ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്ന് സംശയവും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ബിനോയ് മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിക്കുന്നത്. 5 ദിവസം മുമ്പാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത്. തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും മോഷണം പോയി. രാവിലെ ക്ഷേത്രത്തിലെത്തിയ മേൽശാന്തിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിഞ്ഞത്. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്ന് പ്രാഥമിക നിഗമനം. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 5:30 ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തി നിരഞ്ജനാണ് സ്റ്റോർ റൂമിന്റെ വാതിൽ കുറ്റിയിളക്കിയിരിക്കുന്നത് കണ്ടത്. പൂട്ട് പൊളിച്ചിരുന്നില്ല. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ വഴിപാട് കൗണ്ടറിലുള്ള മേശ തിരിച്ചിട്ടിരിക്കുന്നതായി കണ്ടെത്തി. മേശയ്ക്കുള്ളിലെ സാധനങ്ങൾ പുറത്ത് വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. വിവരമറിഞ്ഞ ക്ഷേത്രം ഭാരവാഹികളെത്തി നടത്തിയ പരിശോധനയിലാണ് മേശയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന 20,000 രൂപയും 5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത്. ക്ഷേത്രത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആരെങ്കിലാകാം മോഷണത്തിന് പിന്നിലെന്നാണ് സൂചന. വാതിൽ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ മുൻഭാഗത്തുള്ള ജനലുകൾ തിക്കി തുറന്ന് മേശ തിരിച്ചിട്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. കൃത്യമായി സ്വർണവും പണവും ഇരിക്കുന്ന മേശവലിപ്പ് മോഷ്ടാവിന് പരിചിതമാണെന്ന് വ്യക്തം. മുറിക്കകത്ത് കടക്കാതെ ജനലഴികൾക്കിടയിലൂടെ തന്ത്രപൂർവ്വമാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മേശയുടെ താഴത്തെ അറയിൽ സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ നിന്നാണ് വഴിപാടായി ഭക്തർ നൽകിയ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. തിരുവാഭരണങ്ങൾ മറ്റൊരിടത്താണ് സൂക്ഷിക്കുന്നത്. ഗണപതി പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള ഭണ്ഡാരം തകർത്ത് പണവും അപഹരിച്ചിട്ടുണ്ട്. മറ്റു പ്രധാന ഭണ്ഡാരങ്ങൾ മോഷ്ടാക്കൾ ശ്രദ്ധിച്ചിട്ടില്ല. അതിനാൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് മോഷണം നടത്തിയിട്ടുള്ളത് എന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. സമീപത്തെ റോഡുകളിലുള്ള CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മോഷണത്തിന് പിന്നിൽ ഒന്നിലധികം പേർ ഉള്ളതായാണ് പ്രാഥമിക നിഗമനം.
പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ ആന്തോണീസിന്റെ തിരുനാൾ ആഘോഷങ്ങളോടൊപ്പം കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തുക കൈമാറി. തിരുനാൾ ദിനമായ വ്യാഴാഴ്ച രാവിലെ 6-ന് വിശുദ്ധ കുർബാന, 10-ന് ആഘോഷമായ പാട്ടുകുർബാന, പള്ളിചുറ്റൽ പ്രദക്ഷിണം, ബാൻഡ് വാദ്യം എന്നിവ ഉണ്ടായിരുന്നു. രാവിലെ 10-ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് വേലുപ്പാടം ഇടവക സഹവികാരി ഫാദർ പ്രജോ വടക്കേത്തല മുഖ്യ കാർമ്മികനായി. വലപ്പാട് ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ സന്ദേശം നൽകി. പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതിയായ കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തിരുനാളിനോടനുബന്ധിച്ച് സമാഹരിച്ച 2 ലക്ഷം രൂപ കൺവീനർമാർ ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂറിന് കൈമാറി. ഇടവക വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, സഹവികാരി ഫ്രാൻസിസ് കല്ലമ്പുറത്ത്, ട്രസ്റ്റിമാരായ ഡിനോ ദേവസി, ജെയിംസ് ചാലിശ്ശേരി, സോബി കുറ്റിക്കാട്ട്, റാഫി ആലപ്പാട്ട്, തിരുനാൾ കൺവീനർ KR ആന്റണി, അന്തോണി നാമധാരികൾ, സെന്റ് ആന്റണീസ് കുടുംബ കൂട്ടായ്മ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. ദേശീയപാത പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന വാനാണ് മറിഞ്ഞത്. അപകടത്തിൽ വാനിലുണ്ടായിരുന്ന 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ട വാനിൽ നിന്ന് ഡീസൽ ചോർച്ചയുണ്ടായത് പുതുക്കാട് ഫയർഫോഴ്സ് എത്തി നീക്കം ചെയ്തു. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് അപകടത്തിൽപ്പെട്ട വാൻ ഉയർത്തിയത്. അപകടത്തെ തുടർന്ന് അല്പനേരം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പകർച്ചവ്യാധി രോഗങ്ങൾ തടയിടുന്നതിന് വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയതിലും മാസങ്ങളായി തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കാത്തതിലും ജീവൻ രക്ഷാ മരുന്നുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ട് തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 25 ലിറ്റർ കിട്ടുന്ന RO പ്ലാന്റ് സ്ഥാപിച്ചത് കുടിവെള്ളത്തിന് മാത്രമല്ലാതെ എല്ലായിടത്തേക്കും കണക്ഷൻ നൽകി. ഇതോടെ പലപ്പോഴും വെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്നും RO പ്ലാന്റിൽ നിന്ന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് കത്ത് നൽകിയെങ്കിലും ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്നും അടുത്ത പദ്ധതിയിൽ ഫണ്ട് വയ്ക്കാമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് മറുപടി ലഭിച്ചത്. സാധാരണ ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാവാറുള്ളതാണ്. അതുപോലും ചെയ്തു കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്നവർ തയ്യാറായില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു. കുളിക്കുന്നതിനും നിത്യോപയോഗമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഈ RO പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം വന്ന് RO പ്ലാന്റിന്റെ അത് സ്ഥാപിച്ച ആളുകൾ അതിന്റെ കണക്ഷൻ കട്ട് ചെയ്തിരിക്കുകയാണ്. കട്ട് ചെയ്തെന്ന് മാത്രമല്ല, അവർക്ക് ഇത് കൊടുത്തുള്ള ഗ്യാരണ്ടി നമുക്കെല്ലാവർക്കും അറിയാം. ഒരു പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ 5 വർഷം 3 വർഷമൊക്കെ അതിന് ഗ്യാരണ്ടി കിട്ടും. അവരിപ്പോ പഞ്ചായത്ത് ഭരണസമിതിയോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ അടുത്ത വർഷത്തെ പദ്ധതിയിൽ പണം വെക്കൂ, അപ്പൊ ഞങ്ങൾ വന്ന് റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടി ഈ ഭരണസമിതിക്ക് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ആ 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ആ പ്ലാന്റ് വെച്ചതിൽ നിന്നും വലിയ അഴിമതി ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് അവർ ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിനോട് മറുപടി പറയാൻ സാധിക്കാത്തത്. കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചതിന് ശേഷം പ്ലാന്റിൽ നിന്നുള്ള കണക്ഷൻ കട്ട് ചെയ്ത് താൽക്കാലികമായി വേറെ കണക്ഷൻ നൽകിയെങ്കിലും പലയിടത്തും വെള്ളം ലീക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. മഴക്കാലത്തിന് മുൻപ് നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതുമൂലം പകർച്ചവ്യാധി രോഗങ്ങൾ തളിക്കുളത്ത് കൂടുന്ന അവസ്ഥയാണെന്നും സാധാരണ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വാർഡുകളിലേക്ക് കൊടുക്കുന്ന ശുചിത്വ ഫണ്ടും NRHM ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും നൽകാത്തതിനെ തുടർന്ന് വാർഡ് തലങ്ങളിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടന്നില്ല. തളിക്കുളം പഞ്ചായത്തിൽ മരുന്ന് ക്ഷാമം ഉണ്ടാകുന്നതിന് പരിഹാരം കണ്ടെത്താൻ ഒരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടില്ല. മൃഗങ്ങളിൽ നിന്ന് കടിയേറ്റാൽ നൽകുന്ന വാക്സിൻ കാലങ്ങളായി ഇല്ലാത്ത അവസ്ഥയാണ് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ളത്. കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിനു ശേഷം കൂടുതലായി ഡോക്ടറുടെ സേവനം ഇപ്പോൾ ലഭ്യമല്ല. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഇതുവരെയും കൈക്കൊണ്ടില്ല. വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കേണ്ട കുടുംബാരോഗ്യ കേന്ദ്രം ഇപ്പോൾ ഉച്ചയോടെ അവസാനിപ്പിക്കുകയാണ്. ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി പറഞ്ഞു.
തളിക്കുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സുൽഫിക്കർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഗഫൂർ തളിക്കുളം, ഫിറോഷ് ത്രിവേണി, CV ഗിരി, മുനീർ ഇടശ്ശേരി, സുമന ജോഷി, നീതു പ്രേംലാൽ, ലിൻഡോ സുഭാഷ് ചന്ദ്രൻ, ജീജ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് AC പ്രസന്നൻ, AA യൂസഫ്, വാസൻ കോഴിപ്പറമ്പിൽ, AS ഷീബ, സുമിത സജു, AA അൻസാർ, IK സുജിത്, KK ഷൺമുഖൻ, NK ഗോപാലൻ, സീനത്ത് അഷ്റഫ്, ബാലൻ നമ്പി, രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിൽ ഡോക്ടർ കവിത ബാലകൃഷ്ണൻ അവതരിപ്പിച്ച മോഹിനിയാട്ടം ശ്രദ്ധേയമായി. കലാമണ്ഡലം കൃഷ്ണകുമാരിയുടെയും കലാരത്ന പ്രൊഫസർ വിജയഭാനുവിന്റെയും ശിഷ്യയായ ഡോക്ടർ കവിത മഹാരാജ സ്വാതി തിരുനാൾ ഹുസൈനി രാഗത്തിൽ രചിച്ച ഉത്സവ പ്രബന്ധം 3-ാം ദിവസത്തെ കനകമായിടും കമലവാഹന എന്ന കൃതിയും പ്രേക്ഷക ശ്രദ്ധയേറ്റുവാങ്ങി. രശ്മി വിനോദിന്റെ ചടുല ഭരതനാട്യവും മസ്കറ്റിൽ നിന്ന് വന്ന ഡോക്ടർ കനകറേലയുടെ ശൈലിയായ നളന്ദാബാണി എന്ന് അവകാശപ്പെടുന്ന മോഹിനിയാട്ടം ശൈലിയിൽ ശിക്ഷികളായ ശ്രേയ സന്തോഷ്, ഗീതിക മനോജ് നമ്പ്യാർ എന്നിവരോടൊപ്പം ഗുരു സ്നേഹ നമ്പ്യാർ അവതരിപ്പിച്ച കാവാലം നാരായണപ്പടക്കർ ചിട്ടപ്പെടുത്തിയ ചെമ്പട താള ഗണപതി കൃതിയിലാണ് ആരംഭിച്ചത്. തുടർന്ന് കലാമണ്ഡലം നിഖിൽ മലയാളപ്പുഴ പറയുംതുള്ളൽ നടന്നു. കലാകാരന്മാർക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ ആദരിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവി ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി. 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി തോൽവിയുടെ കാരണങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമായി അണിനിരക്കാൻ കഴിയും. 3-ാം മോദി സർക്കാർ സ്ഥിരതയുള്ള സർക്കാരല്ലെന്നും യെച്ചൂരി തൃശൂരിൽ പറഞ്ഞു. കുവൈറ്റിൽ മരിച്ചവർക്ക് സീതാറാം യെച്ചൂരി അനുശോചനവും രേഖപ്പെടുത്തി. That we said we will introspect and we will seriously discuss the matter. The Kerala Secretariat and the State Committee is meeting from the 16th of this month. They will make their review. On that basis, the Central Committee will also discuss this issue when it's meeting from the 28th of this month. So only after that we'll be able to come to an assessment. Well, we are part of the India grouping. So part of the India grouping and India bloc, I mean, this is a very strong presence now in the parliament. So it will be, and it won't be so easy for Mr. Modi to browbeat everybody and bulldoze his own individual style of politics as well as policies. Well, that's up to them how they deal with that in the NDA. But the fact remains that this is not a government that was as stable as the last two governments. And therefore, it all depends on how they handle themselves. The way Mr. Modi is going and the way the cabinet has been formed with the portfolios, Mr. Modi seems to be feeling that there is no change in the situation. But I'm sure sooner than later he'll realize that there is a change. സുഹൃത്തിന്റെ ചികിത്സയ്ക്കായി മ്യൂസിക്കൽ ബാൻഡ് സംഘടിപ്പിച്ച് കുറുക്കഞ്ചേരി കലാ കായിക സമിതി. എലൈറ്റ് ആശുപത്രിയിൽ തലച്ചോറിൽ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന 31 വയസ്സുള്ള PB മിഥുന്റെ ചികിത്സയ്ക്കായാണ് ഒരു കൂട്ടം യുവാക്കൾ ഒത്തുചേർന്നത്. കൂർക്കഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച മ്യൂസിക്കൽ ബാൻഡ് കൊക്കാല ഡിവിഷൻ കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിഷ്ണു, ഹരീഷ്, ആനന്ദ് എന്നിവർ ഗാനമേള നയിച്ചു. തൃശൂർ ജില്ലയിലെ ചിയാരം വിജയമാത പള്ളിക്ക് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന പണ്ടാരപ്പറമ്പിൽ ഗീതയുടെ മകൻ PB മിഥുൻ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജൂൺ 4 മുതൽ കൂർക്കഞ്ചേരിയിലെ എലൈറ്റ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ്. പ്രായമായ അമ്മയും ഭാര്യയും 4 വയസ്സുകാരിയായ മകളുമുള്ള മിഥുൻ ഓട്ടോ ഓടിച്ചാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ചികിത്സയ്ക്കുള്ള ധനസമാഹരണത്തിനായി ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചു. 41-ാം ഡിവിഷൻ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ മുഖ്യ രക്ഷാധികാരിയും അഡ്വക്കേറ്റ് പ്രത്യാശ ES പ്രസിഡന്റും ഷിഹാബുദ്ദീൻ PS ട്രഷററുമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും പേവിഷബാധ പ്രതിരോധ യജ്ഞത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കുവൈറ്റ് ദുരന്തത്തിൽ ചാവക്കാട് സ്വദേശി മരിച്ചതായി സ്ഥിരീകരണം. തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസ് മരിച്ചതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. തൃശൂർ അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിൽ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 5 പവൻ സ്വർണ്ണാഭരണങ്ങളും 20,000 രൂപയും മോഷണം പോയി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറാന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ആഘോഷങ്ങളോടൊപ്പം കാരുണ്യഭവനം പദ്ധതിയിലേക്ക് തുക കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.